ആര് മുഖ്യമന്ത്രിയാകും? കെ.സി. വേണുഗോപാലോ, വി.ഡി. സതീശനോ, രമേശ് ചെന്നിത്തലയോ? വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് നേതൃത്വം കടന്നു പോകുന്നത് എന്നാണ് വിവരം. 3 പേരും കോൺഗ്രസിനുള്ളിൽ കരുത്തരാണ്. എം.എൽ.എമാരുടെ പിന്തുണയിൽ മുന്നിൽ കെ.സി.യാണ്. ജനങ്ങൾ വി.ഡിക്കൊപ്പം നിൽക്കുന്നു. കേരളം മുഴുവൻ വി.ഡിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു. എന്നാൽ സീനിയോറിറ്റി മാനദണ്ഡമാക്കിയാൽ സാധ്യത ചെന്നിത്തലയ്ക്കും. കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകർ കേരളത്തിലെത്തിയിരുന്നു. വിശദമായ റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് നൽകുകയും ചെയ്തു. നിരീക്ഷകർ പോലും ആശയക്കുഴപ്പത്തിലായെന്നാണ് സൂചന പറയുന്നത്. 63 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. ഇവരിൽ ബഹുഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നത് കെ.സി.യാണ്. 40-ലേറെ പേരാണ് കെ.സിക്ക് പിന്തുണ നൽകിയത്. കെ.സിക്കൊപ്പം വി.ഡിയെയും ചെന്നിത്തലയെയും പിന്തുണച്ചവരുമുണ്ട്. 5 MLA-മാർ ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുമെന്നും അറിയിച്ചു. എന്നാൽ 10 വർഷത്തിനു ശേഷം കോൺഗ്രസിനെ നയിച്ച് തിളക്കമുള്ള വിജയം സമ്മാനിച്ച വി.ഡിയെ എങ്ങനെ അവഗണിക്കും? ജനങ്ങൾക്കിടയിൽ കെ.സിയേക്കാൾ ചെന്നിത്തലയേക്കാൾ സ്വാധീനമുള്ള നേതാവായി വി.ഡി മാറിയിരിക്കുന്നു. എന്നാൽ സീനിയോറിറ്റിയുള്ള ഭരണപരിചയമുള്ള ചെന്നിത്തലയെ എങ്ങനെ അവഗണിക്കുമെന്ന പ്രതിസന്ധിയുമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കം കെ.സിക്കും വി.ഡിക്കുമാണെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചില സൂചനകളുണ്ട്. അതനുസരിച്ച് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നാണ് വിവരം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സൂചന പ്രകാരം ധനകാര്യ വകുപ്പായിരിക്കും വി.ഡി. സതീശന് ലഭിക്കുക. കെ. മുരളീധരന് ആരോഗ്യം, ദേവസ്വം വകുപ്പ് ലഭിക്കുമെന്നും സൂചനയുണ്ട്. ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ആ പ്രഖ്യാപനത്തിന് വേണ്ടി. ഈ പറഞ്ഞ ലിസ്റ്റാണ് വരുന്നതെങ്കിൽ വി.ഡിയെ പിന്തുണയ്ക്കുന്നവരുടെ പ്രതികരണം എന്താവും? കെ.സി. എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.